എന്താ മോളെ? നാളെ അച്ഛൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കുറച്ച് ഗമ്മും കുറച്ച് ക്ലേയും മേടിച്ചോണ്ട് വരുമോ? മോൾക്കുള്ള ഗമ്മും ഒക്കെ ചേച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലല്ലോ. അപ്പുറത്തിരുന്ന് ചേച്ചി ഉണ്ടാക്കണ്ട്. മോള് പോയി നോക്കിട്ട് വരും. ചേച്ചി, ഹലോ, ഞാൻ കിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം ചേച്ചി എനിക്ക് വേണ്ടി എങ്ങനെയാണ് പേപ്പർ ക്ലേയും ഗമ്മും ഉണ്ടാക്കി തരാൻ പോണേന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഹോം മെയ്ഡ് ഗം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 1 ലിറ്റർ ഗമ്മാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം 1 ലിറ്റർ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 15 ടേബിൾ സ്പൂൺ മൈദയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കട്ടയൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാം ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി. ഞാൻ കഴിഞ്ഞ ബോട്ടിൽ ആർട്ടിൽ ഈ ഒരു സ്റ്റേജിലുള്ള പശയാണ് ഞാൻ ടിഷ്യൂ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ആ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഐ ബട്ടണിലും കൂടി ആ വീഡിയോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ പശ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്യാം. ഈ പശ നമുക്ക് 1 മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ പശ ആവശ്യം വരുമ്പോൾ എങ്ങനെയാണ് കുക്ക് ചെയ്ത് റെഡിയാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ നേരത്തെ ഉണ്ടാക്കിയ പശയിൽ നിന്ന് 500 ml എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാത്രം അടുപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ആദ്യം മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റൗ ഓൺ ചെയ്യാൻ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയതുകൊണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്. ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടി ഇതൊന്ന് ഇളക്കി ഒന്ന് കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പശയുടെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഈ പശ 1 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഈ ബോട്ടിൽ ആർട്ടൊക്കെ ഞാൻ ഈ പശ വെച്ചിട്ടാണ് ചെയ്തത്. ഈ ബോട്ടിൽ ആർട്ടിലൊക്കെ ഞാൻ വാർണിഷ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് എൻ്റെ അനിയത്തിയുടെ വെക്കേഷൻ അസൈൻമെൻറ്റ് ചെയ്ത കുറച്ച് ചാർട്ടുകളാണ്. ഇതിലെ എല്ലാ പടങ്ങളും ഒട്ടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഈ പശ വെച്ചിട്ട് തന്നെയാണ്. ഈ പശ ഉപയോഗിച്ച് നമുക്ക് പേപ്പറോ അല്ലെങ്കിൽ ചാർട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കുട്ടികൾക്കും സ്റ്റുഡൻസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കഴിഞ്ഞ ബോട്ടിൽ ആർട്ട് ചെയ്തപ്പോൾ ടിഷ്യൂ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ആ ഫസ്റ്റ് ചെയ്തിട്ടുള്ള പശയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പശയിൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പേപ്പർ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴയ ന്യൂസ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ന്യൂസ് പേപ്പർ 8 പീസാക്കി മടക്കി അത് കട്ട് ചെയ്ത് ചെറുതാക്കി നമുക്ക് തിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എത്ര ചെറുതാക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എത്ര ചെറുതാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യാം.
ഈ ന്യൂസ് പേപ്പറിൻ്റെ പീസുകളൊക്കെ നമുക്ക് ഒരു രാത്രി മുഴുവൻ നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ചെറുതാക്കി തന്നെ കട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 2.5 പേജ് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഈ പേപ്പർ ക്ലേ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച പേപ്പറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളത്തിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഈ ന്യൂസ് പേപ്പർ എല്ലാം ഒന്ന് ജസ്റ്റ് മുങ്ങി നിൽക്കുന്ന അത്രയ്ക്കും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് കൈ വെച്ച് എല്ലാ ന്യൂസ് പേപ്പറും ഒന്ന് നനച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഓവർനൈറ്റ് ഈ ന്യൂസ് പേപ്പർ മുഴുവനും സോക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു രാത്രി മുഴുവനും നമ്മൾ ആ ന്യൂസ് പേപ്പർ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ആ സോക്ക് ചെയ്ത് വെച്ച ന്യൂസ് പേപ്പർ നമുക്ക് കുറച്ചായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടണം. ന്യൂസ് പേപ്പർ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം പേപ്പർ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് നല്ല നൈസാക്കി അരച്ചെടുക്കുക. ഇത് കട്ട കുത്തി ഇടരുത്, കുറച്ചായിട്ട് തന്നെ ഇടണം. കാരണം കട്ട കുത്തി ഇട്ടാൽ ഇത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ചായിരുന്ന ആ മിക്സിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയണം. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ഒപ്പം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഞാനൊരു പഴയ തുണി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഈ പേസ്റ്റ് എടുത്ത് നമ്മുടെ ഈ തുണിയുടെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ട് അതിലുള്ള വെള്ളം മുഴുവൻ കളയണം. അപ്പോൾ വെള്ളം കളയുമ്പോൾ മുഴുവൻ വെള്ളം കളയരുത്, ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ മയലുണ്ടാവണം. അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. വെള്ളം ഇതുപോലെ നമുക്ക് കളയണം. മുഴുവൻ വെള്ളം കളയരുത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ക്ലേ വരും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി നമുക്ക് മൊത്തം അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച മിക്സ് മുഴുവനും ഞാൻ വെള്ളമൊക്കെ കളഞ്ഞെടുത്തു. ഇത് നമുക്ക് ഒരു പ്രാവശ്യം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വെറുതെ നമ്മളൊന്ന് കറക്കിയെടുത്താൽ മതി. നമ്മുടെ ക്ലേ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനിപ്പോൾ നേരത്തെ ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ മിക്സ് ഒരു പ്രാവശ്യം കൂടി ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ക്ലേ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മിക്സ് റെഡിയാക്കണം. ഇതിന് വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 20 രൂപയുടെ ആ കുപ്പിയില്ലേ ഫെവിക്കോളിൻ്റെ, അതിൽ ഒരു കുപ്പി നിറച്ചാണ്, അതായത് 25 ഗ്രാം പശയാണ്. നിങ്ങൾക്ക് ഫെവിക്കോൾ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പശയുണ്ടല്ലോ, ഹോം മെയ്ഡ് ഗം, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ പശയും വിനാഗിരിയും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, വേണമെങ്കിൽ ബേബി ഓയിലും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൈദയുടെ അളവ് ഞാൻ പറയുന്നില്ല, ഞാൻ ഈ കാണിക്കുന്ന കൺസിസ്റ്റൻസി എത്തണ വരെ കുറച്ചായിട്ട് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഞാനിത് കൈ വെച്ച് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പം നിങ്ങൾ ഈ ഒരു പാകമാവുന്നത് വരെ കുറച്ചായിട്ട് മൈദ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന ആ പേപ്പർ പൾപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങൾ കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് ഒരു പ്രാവശ്യം കൂടി കുഴച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരിയും 1 സ്പൂൺ എണ്ണയും ചേർത്ത് ഒരു പ്രാവശ്യം കൂടി മിക്സ് ചെയ്താൽ കറക്റ്റ് ആവും. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേപ്പർ ക്ലേ. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ പേപ്പർ ക്ലേ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിപ്ലോ കവർ ഉപയോഗിക്കാം. ഇനി പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട ന്യൂസ് പേപ്പർ ക്ലേ നമുക്ക് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലല്ല, വെറും ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. നമുക്കിത് 2 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാം. നമ്മൾ ശരിക്കും നന്നായിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാം. ഈ ന്യൂസ് പേപ്പർ ക്ലേ ഉണങ്ങണമെങ്കിൽ 1 ദിവസമൊക്കെ വെച്ചാൽ മതി. വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്നാവും. നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. ഈ ക്ലേ വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ ബോട്ടിൽ ആർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരു പ്രാവശ്യം കൂടി പറയാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് കാണുക. COVID-19 പോലെ സ്കൂളുകളും തുറന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ടീച്ചേഴ്സ് വീട്ടിലേക്ക് അസൈൻമെൻറ്റൊക്കെ തന്നു വിടുന്നുണ്ട്. അപ്പോൾ ഈ വക അസൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗമ്മും പേപ്പർ ക്ലേ പോലെ സാധനങ്ങൾ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണയായി അധിക വില കൊടുത്തത് പുറമേ നിന്ന് മേടിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. ഓക്കെ.